ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് മലയാള സിനിമയിലെ പല സൂപ്പർ സ്റ്റാറുകളും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ആശാന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പറ്റില്ല. ആശാന്റെ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇപ്പൊ കുറഞ്ഞു വരും. ഫസ്റ്റ് പാട്ട് വന്നപ്പോഴേ കുഞ്ഞിക്കവൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണല്ലോ. അപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ മോൻ കാണിക്കുമ്പോ ദൈവം ഈ മനുഷ്യൻ എന്തൊരു ക്യൂട്ടാന്നാണ് പാടി നടക്കാൻ പറ്റുന്ന വാക്കുകളാണ്. വളരെ സമാധാനം തോന്നും. ഈ പോസ്റ്റർ കണ്ടപ്പോഴേ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ശരിക്കും തിലകൻ സാറിന്റെ ഈ ഫോട്ടോ ചെയ്താണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അവതരിപ്പിച്ച ആ പ്രോഗ്രാം ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ആരോ ഒരാളെടുത്ത് പോസ്റ്റ് ചെയ്തു. ഈ അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും കൂടുതൽ നന്നായി ഹ്യൂമർ ഉള്ളിൽ നിറഞ്ഞ് ചെയ്യാൻ പറ്റിയൊരു സിനിമ. ഇത് ഞാൻ ആ ഡയലോഗ് അഭിനയിച്ചപ്പോഴേ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് പറഞ്ഞു, ചേട്ടാ ഈ ഡയലോഗിന് ചേട്ടന് കൈയടി കിട്ടും, ചിരി കിട്ടും എന്ന് പറഞ്ഞു. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ബെൻസിന് ഇങ്ങനെ പറ്റിയത്. ഇങ്ങനെ പിടിച്ചിട്ട് നീ ഒറ്റൊരുത്തൻ കാരണം ഇത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചൂടായി. അപ്പൊ ഞാൻ തരുൺ ചേട്ടനെ കാണിച്ചു കൊടുത്ത പുള്ളി പറഞ്ഞിട്ടാ ഞാൻ ചെയ്തെന്ന് ദുൽഖർ സിനിമയിലെ നായകൻ ഇവനാ, ലാലേട്ടനല്ല. നായകന്റെ അച്ഛനാണ്. ഞാൻ വരവേൽപ്പ് സിനിമയിലെ ജഗദീഷ് ചേട്ടൻ ചെയ്യുന്നൊരു പരിപാടിയാണ് നീ ചെയ്യുന്നത്. അത്ര മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന അടിച്ചു മാറ്റാറുണ്ട്. ചെക്ക് ഇന്ദ്രൻ ചേട്ടന് ഈ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത കേരളപ്പുറയ്ക്ക് ഓണത്തിനൊക്കെ ഇനി അതായിരിക്കും. അതാകുമ്പോഴത്തേക്ക് ലൂപ്പ് ഇട്ടാലും അറിയില്ല. ആടത്രിയില് ശശിയാശാൻ വീണ്ടും സിക്സർ അടിക്കാൻ തന്നെ വരുമോ? ആണ്, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അവര് അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. നേരത്തെ ചെയ്ത പോലെ അല്ലാത്ത തലങ്ങളിലേക്കാണ് അത് ചെയ്തത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ വ്യത്യസ്തമാക്കാൻ വേണ്ടി ആശാനും ആശാന്റെ കുറച്ച് ശിഷ്യന്മാരുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ലെറ്റ് മി വെൽക്കം ഇന്ദ്രൻ ചേട്ടൻ, ജോമോൻ, എബിൻ ആൻഡ് സോബി ചേട്ടൻ. സോ 4 പേർക്കും വെൽക്കം. ഈ വാലന്റൈൻസ് ഡേ മാസം കളറാക്കാൻ വേണ്ടിയാണല്ലോ ആശാനും പിള്ളേരും വരുന്നത്. ഉറപ്പായും. ശരിക്കും ആശാൻ എങ്ങനെയുണ്ട്? കൊള്ളാം, വൈബാണോ? ആശാൻ പൊളിയ. എല്ലാ അർത്ഥത്തിലും നമ്മൾ ആശാനാണ്. അല്ലേ ആശാൻ? വളരെ ചുരുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണ് എൻ്റെ ആശ. അതുകൊണ്ട് ഡയറക്ടർ ജോൺ പോൾ. അതുകൊണ്ട് നമ്മൾ കൂടെയുള്ളവരും ഒക്കെ അതേ ചുരുക്കൂടെ നിൽക്കുന്നു. എങ്ങനെ ആശാനിൽ നിന്ന് പഠിച്ചൊരു ജീവിതപാഠം എന്താ ഫ്യൂച്ചറിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്? ജോണേട്ടൻ്റെ ജോണേട്ടനെ പറയാം, ആശാനെ പറയാം. ആശാന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പറ്റില്ല. ആശാന്റെ കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഇപ്പൊ കുറഞ്ഞു വരും. ആശാൻ ഭയങ്കര സിമ്പിളാ. അങ്ങനെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഞാനും നത്തുക. നമ്മളെ സിമ്പിളാണ്. ഷൂട്ടില്ലാത്ത സമയത്ത് ലൊക്കേഷനിൽ വരിക, ലൊക്കേഷൻ വിസിറ്റ് ചെയ്യുക, കുറെ കാര്യങ്ങൾ രണ്ടുപേരും. അത് നമ്മുടെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിലും സീനില്ലാത്ത ആർട്ടിസ്റ്റും സെറ്റിലുണ്ടാവും. മറ്റേ സമയത്ത് പോയി താങ്ങി പിടിച്ചോ കൊണ്ടുവരണ്ടേ, ഷോട്ട് റെഡി എന്ന് പറയും. അത് വേണ്ട, എല്ലാം ക്യാമറയ്ക്ക് ചുറ്റിലും ഉണ്ടാവും. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന ലൊക്കേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് റൂം എല്ലാം. അവിടെ തന്നെയാണ് ജോണേട്ടൻ നിൽക്കുന്നത്. ഹോസ്റ്റലൊക്കെ പോലെ. ഒരു 6 മണി സമയത്ത് ഓണാവും. നമ്മളെല്ലാരും റെഡിയായി ഇറങ്ങി നടന്നു പോകാനുള്ള ഒരു 50 മീറ്ററേ ഉള്ളൂ ലൊക്കേഷനിലോട്ട്. പോവും, ചെയ്യും, വരും. ഫസ്റ്റ് ടൈം ആണ് ക്ലീൻ ഷേവ് ചെയ്യണ ഒരു റോളിന് വേണ്ടിയിട്ട്? ഫസ്റ്റ് ടൈം ആണ് ക്ലീൻ ഷേവ് ചെയ്യണ റോളിന് വേണ്ടിയിട്ട്? അല്ലല്ല, ക്ലീൻ ഷേവ് ചെയ്ത് അഭിനയിക്കുന്ന ആദ്യത്തെ തവണയല്ല. ഇതിനു മുമ്പ് ഗിർ എന്ന് പറയുന്ന സിനിമ ഷേവ് ചെയ്തിട്ടാണ് അഭിനയിച്ചത്. പക്ഷെ എനിക്ക് ഇതിനകത്ത് ആശാൻ 2 ആശാന്മാരുടെ കാര്യം. ഈ ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശാനാണ്. ഇദ്ദേഹത്തിന്റെ ഇന്ദ്രൻ ചേട്ടനെ സംബന്ധിച്ച് ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പഴയകാല സിനിമ തൊട്ട് ഒബ്സർവ് ചെയ്ത് ഇപ്പോഴും അദ്ദേഹത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോമഡി സിനിമകൾ, അതായത് ഞാനൊക്കെ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഇന്ദ്രൻ ചേട്ടന് വേണ്ടിയിട്ട് മലയാള സിനിമയിലെ പല സൂപ്പർ സ്റ്റാറുകളും വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ കിട്ടത്തില്ലായിരുന്നു. അത്രമാത്രം തിരക്ക് ഒരു സിനിമയിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് ഓടിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടാണ്. പക്ഷെ ആ കോമഡി ക്യാരക്ടേഴ്സ് നിന്ന് മാറി വളരെ സീരിയസ് ആയിട്ടുള്ള എന്താ പറയുക, നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആക്ടിങ്ങിൻ്റെ ഒരു പാഠം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ. ഹോം പോലെയുള്ള സിനിമ നമുക്ക് പഠിക്കാനായിട്ടുള്ള
അവസരം ഉണ്ടാക്കി തന്നൊരു ആശാനായത്. അപ്പോൾ ആ ആശാനെ നമ്മൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സിനിമയുടെ ആശാൻ ജോൺ പോൾ ആണ് ഇതിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സംവിധായകൻ ഒരു സിനിമയെ സമീപിക്കുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. ഒരുപാട് സംവിധായകരെ, മലയാള സിനിമയിലുള്ള സീനിയേഴ്സ് ആയിട്ടുള്ളതും ജൂനിയേഴ്സും ആയിട്ടുള്ള ഒരുപാട് സംവിധായകരെ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു സിനിമ, ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു സിനിമ, ആ സിനിമയെ എത്രമാത്രം ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് എൻ്റെ ഉള്ളിലെ ആ സിനിമ എന്താണ് എന്ന് ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളിലൂടെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് ജോൺ പോളിനെ സംബന്ധിച്ച് നമ്മൾ ജോൺ പോളിനെ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, ഈ ആശാൻ എന്ന് പറയുന്ന ഈ സിനിമ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മളിലേക്ക് പകർന്നു തരുന്ന ഒരാളായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ ആശാൻ പുള്ളി തന്നെയാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പാട്ടുകൾ ഹിറ്റായിട്ടുണ്ട്, 2 പാട്ടുകൾ ഓൾമോസ്റ്റ് ഹിറ്റാണ്, നല്ല ഹിറ്റ് അടിച്ചേക്കുവാണ്. ഇനിയും ഒരു പാട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ ആ പാട്ടും ഹിറ്റടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം, ഈ പാട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ജോൺ പോളിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിനയത്തിൻ്റെ കാര്യത്തിൽ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കഥാപാത്രം ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം ജോൺ പോളിൻ്റെ ആ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അത്തരത്തിൽ ജോൺ പോൾ എന്ന ആശാനെ ഞങ്ങൾ തലയിൽ ഏറ്റിക്കഴിഞ്ഞു. അതാണ് ഞങ്ങളുടെ ആശ. ഈ ശരിക്കും ഫസ്റ്റ് പാട്ട് വന്നപ്പോഴേ, ഇപ്പൊ ഇന്ദ്രൻ ചേട്ടന്റെ കുഞ്ഞിക്കവൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണല്ലോ. അപ്പൊ ഇന്ദ്രൻ ചേട്ടൻ മോൻ കാണിക്കുമ്പോ ദൈവം ഈ മനുഷ്യൻ എന്തൊരു ക്യൂട്ടാന്നാണ് ഇപ്പൊ എല്ലാരും കമന്റ് ചെയ്തത്. അത് കറക്റ്റ് ആ സമയത്ത് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഗ്ലോ ആവും. ശരിക്കും എല്ലാരും എന്താ പറഞ്ഞ പാട്ടിറങ്ങി കഴിഞ്ഞിട്ട് ഇന്ദ്രൻ ചേട്ടനോട്? നല്ല പാട്ടാ, അത് ഏത് പടമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പാടി നടക്കാൻ പറ്റുന്ന വാക്കുകളാണ്, വളരെ സമാധാനം തോന്നും അത് കേൾക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ചായിരുന്നു. ലുക്ക് കണ്ടിട്ട് ആരും ചോദിച്ചില്ലേ? മുടിയളത്ത് ലുക്ക് കണ്ടിട്ട്? പിന്നെ ശരിക്കും അതെങ്ങനെയാ ലുക്ക്, എങ്ങനെ ഡിസൈൻ? ലുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ റോണക്സ് ആണ് മേക്കപ്പ്. റോണക്സും ഡയറക്ടറും കൂടെ പല രീതിയിലും വരച്ച് കൊടുത്ത് അപ്രൂവ് ആക്കിയതാണ് ഡയറക്ടർ. ആണ് ആളുടെ ആണ് എല്ലാം, റോണക്സിന്റെ. ഈ പോസ്റ്റർ കണ്ടപ്പോഴേ ഞങ്ങൾ ആദ്യം വിചാരിച്ചു ശരിക്കും തിലകൻ സാറിന്റെ ഈ ഫോട്ടോ ചെയ്താണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. ശരിക്കും ഈ റെഫറൻസ് ഉണ്ടായിരുന്നു, തിലകൻ സാർ ഒരു ചെറിയ റെഫറൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്? അല്ല, ഇതിന്റെ ശരിക്കും റെഫറൻസ് ഞാൻ നേരത്തെ പറഞ്ഞ ആശാൻ തന്നെയാണ്, ജോൺ പോൾ തന്നെയാണ് ഈ റെഫറൻസ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ 94 കേരള യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നറാണ്. അപ്പോൾ ആ വിൻ ചെയ്ത സമയത്ത് ഞാൻ അവതരിപ്പിച്ച പ്രോഗ്രാം, ഞാൻ ആ സ്റ്റേജിൽ, നമുക്ക് ഈ സമ്മാനദാനം നടക്കുന്ന സ്റ്റേജിൽ നമ്മൾ വിൻ ചെയ്ത ഐറ്റം അവതരിപ്പിക്കണം. അപ്പോൾ അന്ന് ഓംപുരി സാറായിരുന്നു ഒന്ന് നമുക്ക് ഇത് തരാനായിട്ട് വന്നു, ഈ സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി വന്നു. അപ്പോൾ അത് അവതരിപ്പിച്ച ആ പ്രോഗ്രാം ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ ആരോ ഒരാളെടുത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ആ പോസ്റ്റ് ചെയ്തതിനകത്ത് ഭയങ്കര വൈറലായി. അതിങ്ങനെ എല്ലാവരും എനിക്കിങ്ങനെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കും, അതാ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിതൊന്നും അറിഞ്ഞില്ല. ഈ ആശാൻ്റെ കഥ കേൾക്കാനായിട്ട് ഞാൻ ജോൺ പോളിനെ കാണാനായിട്ട് വന്നപ്പോൾ കഥ കേട്ടോണ്ടിരിക്കുമ്പോൾ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട്, ചേട്ടാ ഞാൻ ഇതിനകത്തൊരു ഡിഫറെൻറ്റ് ലുക്കാണ് ചേട്ടൻ്റെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് ഇദ്ദേഹം എനിക്കൊരു ഫോട്ടോ കൊണ്ട് കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇത് ഞാൻ അന്ന് അവതരിപ്പിച്ച വീഡിയോയിലെ ഫോട്ടോ പുള്ളി മറ്റേ ഇതെടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതാണ് കൊണ്ട്, ആ ലുക്ക് വേണം എനിക്ക്, എൻ്റെ സംവിധായകൻ ഈ ലുക്കിലാണ് വരേണ്ടത് എന്നും പറഞ്ഞിട്ട് ആ ലുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോസ്റ്ററിൽ കാണുന്ന ലുക്കാണ് കറക്റ്റായിട്ട് അത് വന്നേക്കുന്നത്. അത് ഓൾറെഡി എന്നോട് പറയുന്നതിന് മുമ്പ് തന്നെ അതിന് പറ്റിയ വിഗും കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ സെറ്റ് ചെയ്തു. പിന്നെ റോണക്സിനോട് പറഞ്ഞ് റോണക്സ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ പക്ഷേ സംഭവിച്ചെന്താന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടുള്ള എൻ്റെ അച്ഛനും ഞാനുമായിട്ടുള്ളൊരു റിസംബ്ലൻസ് ഉണ്ട്. എനിക്ക് അച്ഛൻ്റെ ഒരു എന്തൊക്കെയോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ മീശയും കൂടി എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം ബിഗ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം കറക്റ്റ് ലുക്ക്. ഈ പോസ്റ്റർ ഇറങ്ങി കഴിയുമ്പോൾ ഒരുപാട് പേര് കമൻ്റ് ഇട്ടത്,
അനന്തൻ നമ്പ്യാർ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടാണ്. അതൊരു വലിയൊരു എന്താ ഒരു പ്രിവിലേജായി കാണുന്നു, അതൊരു വലിയൊരു അപ്രീസിയേഷനായി കാണുന്നു. അപ്പം അങ്ങനെ വന്നതാണത്. ഇപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഹോം കമ്മിങ് ആണല്ലോ ജോൺ പോൾ ചേട്ടൻ്റെ കൂടെ. ശരിക്കും രോമാഞ്ച കരിയറിൽ രണ്ടുപേരുടെ കരിയറിൽ വലിയ ബ്രേക്കാ. ഹോം കമ്മിങ്ങിന്റെ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു ഫസ്റ്റ് വിളിയിൽ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ആശാൻ എന്ന് പറഞ്ഞ പടത്തില് ജോണേട്ടൻ എന്നെ വിളിക്കും. മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയല്ലല്ലോ, മൊത്തത്തില് എനിക്ക് വേറൊരു പരിപാടിയാണ്. അധികം അങ്ങോട്ട് ഇളകി ചെയ്യാത്ത ഒരു സെറ്റൽ പരിപാടികളാണ് മൊത്തത്തിൽ. എനിക്കത് ഞാൻ പാടുവാണ്, ഞാൻ കോമഡിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല രോമാഞ്ചത്തിൽ വന്ന സമയത്തൊന്നും ഇങ്ങനെ ഒരു പടത്തിലോട്ട് വരുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പം ഗപ്പി അമ്പിളിയൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പം ജോണേട്ടൻ്റെ പ്രൊഡക്ഷനിലേ വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടത്തിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അപ്പം വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു ചെറിയ പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാനപ്പം അതിന് വരുന്ന ഡേറ്റുകളൊന്നും ഞാൻ പിടിച്ചിട്ടില്ല. ആദ്യം പറഞ്ഞ ഡേറ്റുകളെല്ലാം ലോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ജോണേട്ടൻ്റെ പടമുണ്ട്. കാര്യം അത്രത്തോളം ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളും ആ സിനിമയും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ വർക്ക് ചെയ്യുക പറയുന്നത്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ ഇതിലെ പല ടെക്നീഷ്യന്മാരും, ഇപ്പം DOP വിമൽ ജോസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിമലിൻ്റെ ആദ്യത്തെ പടമാണ്. വിമലിൻ്റെ പടം കാണുമ്പോൾ അറിയാം, ഒരിക്കലും വിമലിൻ്റെ ആദ്യത്തെ പടമാണെന്ന് പറയില്ല. അത്രയ്ക്ക് ബ്യൂട്ടി ആയിട്ടാണ് പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറും ജോണേട്ടനാണ്. പിന്നെ എഡിറ്റർ കിരൺ ചേട്ടൻ രോമാഞ്ചത്തിൻ്റെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അജീഷ് പ്രോ. ശരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഓൾറെഡി ഷൂട്ട് ചെയ്തത്. അത് വേറൊരു അനുഭവം തന്നെയായിരുന്നു. സാധാരണ പടം ഷൂട്ട് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ്, ആ സ്കോർ ഇട്ടിട്ടാണ് പടം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരുന്നു ഈ ആശാൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്കുള്ളിൽ സിനിമയാണെന്നുള്ളൊരു ഫീൽ അടിക്കുന്നുണ്ട്. ശരിക്കും എന്താ ആശാന്റെ ഒരു ക്രക്സ് പറയാമെങ്കിൽ? ആശാൻ സംസാരിക്കുന്നത് ഇന്നത്തെ ഇപ്പം ലൈവിൽ നടക്കുന്ന സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. മുമ്പ് എനിക്ക് തോന്നുന്നു ഉദയനാണ് താരമൊക്കെ ഇറങ്ങുന്ന സമയത്ത് അന്നുള്ള സിനിമകളാണല്ലോ കൂടുതൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ സിനിമയാണ്, ഇന്നത്തെ ടെക്നിക്കൽ സൈഡും പരിപാടി എല്ലാം പറയാനുണ്ട്. ഒരു പുതിയൊരു കാഴ്ചയായിരിക്കും പടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടറും സിനിമയെ ആഗ്രഹിച്ച് വരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ന്യൂ കമേഴ്സ് ഉണ്ട്. അതായത് ഡയറക്ഷൻ ഇതിലേക്ക്. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് എത്തിപ്പെടാനും അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാനും ഉള്ളൊരു ഇന്നത്തെ കാഴ്ചപ്പാടിൽ കൊണ്ടുപോകുന്ന ഒരു സിനിമ തന്നെയാണ് ആശാൻ. ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പണ്ടൊക്കെ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം ഡബ് ചെയ്യുമായിരുന്നു. ഇപ്പൊ സിങ് സൗണ്ട് ആണ്. അപ്പോൾ സിങ് സൗണ്ട് നമ്മുടെ പടം ഇത് സിങ് സൗണ്ട് അല്ല, പക്ഷേ ഷൂട്ട് ചെയ്യുന്നത് സിങ് സൗണ്ടാണ്. അപ്പൊ ഒരു സിങ് സൗണ്ട് പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതായത് വരത്തൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സിങ് സൗണ്ട് ആയിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്നത് വാഗമണിലാണ്. അപ്പോൾ വാഗമണിൽ ഷൂട്ട് ചെയ്യുന്നത് രാത്രി നൈറ്റ് സീനാണ് കൂടുതൽ വേണത്. ഈ നൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ചീവീടില്ലേ, ഈ ചീവീട് വന്ന് ഈ ലൈറ്റൊക്കെ ആകുമ്പോഴേക്കും ചീവീട് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അത് അവിടുത്തെ വാഗമണിലെ ചീവീട് ഭയങ്കര ഒച്ചയാണ്, അത് ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഈ ഡയലോഗ് ഒന്നും പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഈ സിങ് സൗണ്ടിനെ സംബന്ധിച്ചുണ്ട്. നമ്മൾ എല്ലാവരും സൈലൻ്റ് ആവണം, ആരും ഫോണ് മറ്റേ സൈലൻറ്റ് മോഡിലിടണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് പല പല ലൊക്കേഷനും നമ്മൾ ഈ സിങ് സൗണ്ടിന് വേണ്ടിയിട്ട് പ്രത്യേകം ലൊക്കേഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള ഒരുപാട് ഈ പടത്തിൻ്റെ ഇതൊരു സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്, സിനിമയുടെ ഷൂട്ടിംഗ് ആണ്, അത് സിങ് സൗണ്ടാണ് ആ പടം. അപ്പോൾ ആ സിങ് സൗണ്ട് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്. അതെല്ലാം വളരെ നർമ്മത്തിലൂടെ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിനിമയിലെ എല്ലാ മേഖലയിലെ ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ അവർക്കിട്ടെല്ലാം ഒരു പണി കൊടുത്തിട്ടുണ്ട്. അത് ചിരിയോടുകൂടി എടുക്കാം, സീരിയസ് ആയിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിൽ. സിനിമയിലെ മൊത്തത്തിൽ എല്ലാവരെയും ഒന്ന് ഒരു ആക്ഷേപഹാസ്യം എന്ന് തന്നെ പറയാം. പക്ഷെ അത് ആർക്കും ഒരുപാട് വേദന ഉണ്ടാക്കില്ല, എന്നാൽ പറയേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ പടത്തെക്കുറിച്ച്. ശരിക്കും ആളുകൾ എപ്പോഴും പറയുന്നത് ഇന്ദ്രൻ ചേട്ടൻ്റെ കോമഡി റോളുകൾ നമ്മൾ ചെറുതായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഒരിക്കലും ഇന്ദ്രൻ ചേട്ടൻ പറയാനായിട്ടുണ്ട് കോമഡി റോളുകൾ ഇപ്പോൾ വരുന്നതും ഭയങ്കര കുറവാണെന്നുള്ളത്. ഇപ്പോൾ വരാറുണ്ടോ ശരിക്കും?
അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് കോമഡി ചെയ്യാൻ അവസരം കിട്ടിയ പടങ്ങളാണ്. അടുത്ത് പിന്നെ ആടൊക്കെ അങ്ങനെയാണ് ആടുത്തിരി വരുന്നത്. ഇത് എനിക്ക് ഈ അടുത്ത കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും കൂടുതൽ നന്നായി ഹ്യൂമർ ഉള്ളു നിറഞ്ഞ് ചെയ്യാൻ പറ്റിയൊരു സിനിമ. ഈ ഹ്യൂമർ ചെയ്യുമ്പോഴേ ചുറ്റിനുള്ളവരെയും കൂടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. കാരണം ആ കോമ്പിനേഷൻ എപ്പോഴും വർക്കൗട്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കോമ്പിനേഷനുകൾ തന്നെയായിരുന്നു. ഇതിൽ ശരിക്കും ഇവരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവർ നമ്മളെ ഒരു താളം ഒത്തു വരലാണല്ലോ. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർ കൂടുതൽ അതൊക്കെ ചെയ്ത് ശീലിച്ചു വന്നവരാ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കൂടുതൽ പ്രചോദനമായി എന്ന് തോന്നി. എല്ലാവരുമായിട്ടുള്ള കോമ്പിനേഷനും അങ്ങനെ ആയിരുന്നു. ഈ റിഹേഴ്സലിൽ ഒരു സാധനം ചെയ്യും, ആശാനായിട്ട് കോമ്പിനേഷൻ വരുമ്പം റിഹേഴ്സലിൽ ഒരു സാധനം ചെയ്യും. അപ്പം നമ്മൾ ഓക്കെ ആവും. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ടേക്കിൽ വേറൊരു സാധനം ഇടും അവസാനം. അത് പിടിച്ചിരിക്കാൻ നമുക്ക് ഭയങ്കര പാടാം. അത് നമ്മുടെ അടുത്ത് പറയില്ല. എന്നിട്ട് ഞാൻ ചോദിക്കും, എന്നിട്ട് ഞാൻ ചോദിക്കാം, ഇത് റിഹേഴ്സൽ ചെയ്തില്ലല്ലേ? അത് ടേക്കിൽ ഇടാൻ വേണ്ടിയിട്ടാണ്, നീ എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ട്. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ആ ലാസ്റ്റ് ഇടുന്ന സാധനത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ പിന്നെ ആദ്യത്തെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു തേക്കി മാറ്റാനല്ലേ എനിക്കറിയാവുന്നത്. അല്ല, ഇന്ദ്രൻ ചേട്ടൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കോമഡിയും എന്നാൽ അതേപോലെ തന്നെ സീരിയസും രണ്ടും കൂടി ചേർന്നൊരു കഥാപാത്രമാണ്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് തുടക്കം, അതായത് ഇന്ദ്രൻ ചേട്ടൻ്റെ ആദ്യത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി റോള്. ആ കോമഡി റോളിൽ നിന്ന് പിന്നെ ആശാൻ ചെറിയൊരു സീരിയസ് പിടിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. അതെല്ലാം കൂടെ ഉള്ളൊരു സിനിമയാണ് ആശാൻ. ഒരു കംപ്ലീറ്റ് ട്രിബ്യൂട്ട്. ട്രിബ്യൂട്ട് തന്നെയാണ്. ശരിക്കും പറയാലോ, ഇപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന്, ഈ ഭരതനില് ശരിക്കും ചുറ്റും നടക്കുന്ന കുറേ പരിപാടികളുണ്ട്. പക്ഷെ ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇവൻ ശരിക്കും എന്തായിരുന്നു ഇവന്റെ പണി എന്ന് പറഞ്ഞു. ശരിക്കും ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു ശരിക്കും. ഈ നമ്മൾ അറിയാണ്ടിരുന്നായിരിക്കും ആ മോഡുലേഷനിൽ വരുത്തുന്ന സംഭവങ്ങളാണ്. അല്ല, അതെന്താ അറിയാ, അത് അതിനകത്ത് ഞാനായിട്ട് ചെയ്തതല്ല. ഇത് ഞാൻ ആ ഡയലോഗ് അഭിനയിച്ചപ്പോഴേ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നോട്, ചേട്ടാ ഈ ഡയലോഗിന് ചേട്ടന് കൈയടി കിട്ടും, ചിരി കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ ഈ ഡയലോഗിന് കൈയടിയും ചിരിയും കിട്ടുന്നത്? വളരെ ഭയങ്കര പ്രശ്നം. അവിടെ ഭയങ്കര വെടിവെപ്പും ബഹളമൊക്കെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഇവന് ഇതുവരെ എന്തായിരുന്നു പണി എന്ന് ചോദിച്ചേക്കുന്നത് എങ്ങനെ ചിരി കിട്ടും എന്ന് ഞാൻ ആലോചിച്ചേ. പക്ഷെ സംഭവം എന്താ, ഇവിടെ ഭയങ്കര വെടിവെപ്പും അവിടെ എല്ലാം അടിച്ച് പൊട്ടിക്കുന്നു, ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷെ ആ സമയത്ത് ഞാനത് ചോദിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി ആളുകൾ ചിരിച്ചു പോയതാ, അല്ലാതെ ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത്. പക്ഷെ അത് നല്ല സാധനമാണ്. അത് ആ സിറ്റുവേഷണൽ കോമഡിയാണത്. ഇതിൽ ശരി അങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടോ? ഇതിൽ അങ്ങനെയുണ്ട്, ഒരുപാടുണ്ട്. ഇതിലും അതേ ഉള്ളൂ. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത് ചിരിക്കാൻ സാധ്യതയുള്ളത് സിനിമാക്കാരാണ്. അത് പക്ഷെ പ്രേക്ഷകരിലേക്കും എത്തുന്ന രീതിയിലാണ് ജോൺ ബോൾ ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് സിനിമാക്കാർ, ഞാൻ പറഞ്ഞു, നമ്മൾ ഉള്ളില് നമ്മളിപ്പോൾ കോമഡി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോമഡി ചെയ്യുമെങ്കിലും ഈ കോമഡി ചെയ്യാൻ വേണ്ടി നമ്മളെടുക്കുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു കോമഡി ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ, നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ പല പല തമാശകളും സംഭവിക്കാറുണ്ട്, ആരും അറിയത്തില്ല. അതൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന കാര്യം. ആ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന തമാശകൾ വളരെ കൃത്യമായിട്ട് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകർക്കും ദഹിക്കുന്ന രീതിയിലുള്ള കോമഡി വർക്കൗട്ടായിട്ട്. ഈ തുടരും കഴിഞ്ഞപ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നീ ഒറ്റൊരുത്തൻ കാരണമാണ് ബെൻസിന് ഇങ്ങനെ പറ്റിയത്? ഇഷ്ടം പോലെ നീ ഒറ്റൊരുത്തൻ കാരണം നമ്മുടെ ശബരിച്ചേട്ടൻ. അതുപോലെ തന്നെ പിന്നെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോഴത്തേക്കും ഒരു ആൻറ്റി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട്, നീ ഒറ്റൊരുത്തൻ കാരണം ഇത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചൂടായി. അപ്പം ഞാൻ തരുൺചേട്ടനെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു, പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തു തന്നെ. സിനിമയിലെ നായകൻ ഇവനാ, നായകന്റെ അച്ഛനാണ്, മണിയനാണ് നായകൻ. ഞാൻ മണിയന്റെ അച്ഛനാണെന്നുള്ളൂ. ഞങ്ങളിങ്ങനെ ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അന്ന് ആ കാറെടുത്തോണ്ട് പോയില്ലായിരുന്നെങ്കിൽ അതെ ഫുള്ള് ഇത് പറയില്ലേ. ശരിക്കും വിളിച്ച് ആദ്യമേ അങ്ങനെ തന്നെയായിരുന്നു ശരിക്കും ആ ഒരു പിൻ. എൻ്റെ അടുത്ത് കഥയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരവേൽപ്പ് സിനിമയിലെ ജഗദീഷ് ചേട്ടൻ ചെയ്യുന്നൊരു പരിപാടിയാണ് നീ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത്ര മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ഒരു പണി കൊടുക്കുന്ന സാധനമാണ്. അപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു. ഇത്രയും കോമ്പിനേഷൻ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്ത സീനെല്ലാം പടത്തിൻ്റെ അതൊന്നും കട്ട് ചെയ്ത് പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. പക്ഷെ അച്ഛനും മോനാണ് ഇതില് തീർത്തിട്ടില്ല. എങ്ങനെ ഇതില് ഫുള്ള് കോമ്പിനേഷൻ ഉണ്ടോ? ഇതിൽ കോമ്പിനേഷൻ. ഈ ശരിക്കും നമ്മൾ ഈ സിനിമയുടെ ഉള്ളിൽ സിനിമ എന്ന് പറയുമ്പോൾ കുറെ റിയൽ ലൈഫ് റെഫറൻസുകളൊക്കെ
എടുത്തിട്ടുണ്ടാവുമല്ലോ. ശരിക്കും ഇന്ദ്രൻ ചേട്ടൻ റിയൽ ലൈഫ് റെഫറൻസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത്? ഇല്ല എന്നുവെച്ചാൽ അതാണ് നമ്മുടെ ആശാനെന്ന് ഞാൻ ഡയറക്ടറെ കുറിച്ച് പറയാൻ കാര്യം. നമ്മൾ ഒഴിഞ്ഞ മനസ്സോടെ ഇങ്ങ് വന്നാൽ മതി. അങ്ങനെ നമ്മൾ ഈ ഓരോ കഥാപാത്രത്തിനും ഒരേ സീനിൽ തന്നെ ഓരോരുത്തരുടെ താളവും അളന്നു കുറിച്ച് വെച്ചിട്ടുണ്ട്, ഓരോരുത്തരുടെ രീതിയും. അത് നമ്മൾ അവിടെ എത്താൻ തന്നെ പാടുപെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് വേറെ അധ്വാനം വേണ്ടി വന്നില്ല. അദ്ദേഹം പറയുന്നിടത്ത് തന്നെ നമ്മൾ ചെന്നെത്താൻ നന്നേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല, സിനിമ ലൊക്കേഷനിൽ നടക്കുന്ന പല പല കാര്യങ്ങളും പുള്ളി ഒബ്സർവ് ചെയ്ത് പിന്നെ ഇതിനകത്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്തിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസും, അതായത് ലൊക്കേഷനിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസും കൃത്യമായിട്ട് പുള്ളി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇത് ഈ പറയുന്ന സിറ്റുവേഷൻസ് എല്ലാം പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ അത് നമുക്ക് അന്നേരം ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഇപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ജോൺ പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അത്രമാത്രം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ജോൺ പോൾ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ജോമോൻ ചെയ്യുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ഹിറ്റ് മേക്കർ ഡയറക്ടറായ എൻ്റെ അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി നടക്കുകയും അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ട് പുള്ളി അവസാനം അതിനകത്ത് കയറിപ്പറ്റുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു പയ്യൻ ഒരു സഹസംവിധായകനാകാൻ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ത്യാഗങ്ങളും അതിനുവേണ്ടി അയാൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ പല പല ദുഃഖങ്ങളും ഉണ്ടാവും, അതുപോലെ നർമ്മങ്ങളും ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഒരുപക്ഷെ ജോൺ പോൾ എന്ന് പറയുന്ന ഡയറക്ടർ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. അതൊക്കെ അന്നേരം മനസ്സിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് വന്നത്. ഈ ഓരോ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത പുള്ളിക്കാരൻ ഇംപ്ലിമെന്റ് ചെയ്തത് അത് തന്നെയാണ്. ഈ മദൻ ഗൗരി അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടെ പറഞ്ഞേ, ഞാനൊരു എഡിറ്ററായിട്ട സിനിമയിലുള്ള വിനോദ് എന്ന ക്യാരക്ടറിന്റെ പേര് ശരിക്കും മീറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? കാരണം കണ്ടന്റ് ക്രിയേഷനിൽ നമുക്കറിയാം പുള്ളി ഭയങ്കര അടിയില്ല, പക്ഷെ പുള്ളി ഭയങ്കര ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞ് അഭിനയിക്കാൻ വന്നത്. മദന് മലയാളം സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനു മുമ്പും അവൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതില് അതും രോമാഞ്ചത്തിന്റെ സെയിം പ്രൊഡക്ഷൻ, അവരുടെ രണ്ടാമത്തെ പടം. അപ്പൊ അതിന്റെ ഒക്കെ മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് മലയാളിയല്ല, അവൻ തമിഴനായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആയിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഹാപ്പിയാണ്, ഫ്രണ്ട്സായി. അവൻ എപ്പോഴും തിരക്കാണ്. അവര് കൊളാബ് പരിപാടികളും ഇൻഫ്ലുവൻസർ അല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. പുള്ളി ഒരു പാൻ ഇന്ത്യ ഇന്റർനാഷണൽ ലെവലാണ്. പക്ഷെ നമ്മളോട് അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. നമ്മളുമായിട്ട് എപ്പോഴും ഡൗൺ ടു ആക്ടിങ് ക്ലാസ്സിലുണ്ടായിരുന്നു, വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. നമുക്കൊരു 5 ദിവസം വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു, മുല്ല ഉണ്ടായിരുന്നു. ആശാനൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് ഓൾറെഡി. ഞാൻ വന്നിട്ടുണ്ട്. ചേട്ടൻ ഒരു സൗണ്ട് ഈ ശരിക്കും പറയാല്ലേ, ഇപ്പൊ നിങ്ങൾ ശരിക്കും ഒരു സിനിമ ഷൂട്ടിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന അടിച്ചു മാറ്റാറുണ്ട്? അത് വേറെ പേര് വരില്ലേ, അടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ട് നൈസ് ചേട്ടാ ഞാനിത് എടുക്കുക. ഞാൻ കോസ്റ്റ്യൂം എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ചോദിച്ച് ചിലപ്പം കിട്ടും. ഒരു ഓർമ്മയ്ക്കായിട്ട് മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഇപ്പത്തവണ ഒന്നും എടുത്തിട്ടില്ല. ക്ലാപ്പോട് ഫോട്ടോ എടുത്ത് വെക്കും, അതൊക്കെ തന്നെയാണ് മെമ്മറി. ഇന്ദ്രൻ ചേട്ടൻ കിട്ടും. ഇന്ദ്രൻ ചേട്ടന് ഈ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്താ പറ. ആശാനല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോ ജോൺ പോൾ ഒരു സാധനം. അത് പറ ഇങ്ങോട്ട്. ചെരുപ്പ് മാറിയിട്ടാ കഥകളിയുടെ ഒരു ഇന്ദ്രൻ ചേട്ടന് കഥകളി വേഷം ചെയ്തിട്ടുണ്ട്. കഥകളി വേഷത്തിന്റെ ഒരു പടം, അതായത് നമ്മൾ ആദ്യം പുറത്തു വിട്ട ഒരു പോസ്റ്റർ ഉണ്ട് ഇന്ദ്രൻ ചേട്ടൻ കഥകളിയുടെ. അത് ഒരു ഫോട്ടോ ആക്കി ഫ്രെയിം ചെയ്ത് ഇന്ദ്രൻ ചേട്ടന് കൊടുത്തിട്ടുണ്ട്. ശരിയാ, ഞാൻ ഓർത്തത് ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത കേരളപ്പുറയ്ക്ക് ഓണത്തിനൊക്കെ ഇനി അതായിരിക്കും. അതാകുമ്പോഴത്തേക്ക് ഡൂപ്പിട്ടാലോ. അല്ല ശരിക്കും ഭയങ്കര കഷ്ടപ്പെട്ടോ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്? ഇല്ല, ഷൂട്ട് ചെയ്യാൻ അവര് പാടുപെട്ടോന്നും അറിയില്ല. അല്ല, നമ്മള് മേക്കപ്പിന് കിടന്നു കൊടുക്കുമ്പോ ഏകദേശം 7 മണിക്കൂർ സമയം എടുത്ത് അവര് ചെയ്യുന്ന. പക്ഷെ നമുക്ക് അത് ചെയ്യാൻ
പറ്റുന്നു എന്നുള്ളതേ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ഓർക്കൂലല്ലോ. ഫുഡ് കഴിക്കാൻ പറ്റിയ ജ്യൂസ് മാത്രമേ കുടിക്കാൻ പറ്റൂ. ഫുഡല്ല അങ്ങനെ നമുക്ക് തോന്നൂല. അതിൻ്റെ ഒരു സന്തോഷം കിടക്കുന്നതുകൊണ്ട് അങ്ങനെ വിശക്കൊന്നുമില്ല. പിന്നെ നമുക്കറിയാം ഇപ്പോഴൊന്നും നടക്കൂല. അതുകൊണ്ട് ഫ്രീ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്, വയറൊഴിച്ചിടുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇച്ചിരി വെയിറ്റും കാര്യങ്ങളൊക്കെ വരും എല്ലാം കൂടെ കയറുമ്പോഴത്തേക്കും. അതെ അതെ. എന്തെങ്കിലും ഓർമ്മയ്ക്ക് സൂക്ഷിക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും എടുത്തോണ്ട് പോയിട്ടില്ല ഓർമ്മയ്ക്ക്. പക്ഷെ ഓർമ്മ എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഇപ്പോഴാണ് ഇല്ലാത്തത്. കുറച്ച് മുമ്പുള്ള എല്ലാ പടത്തിൽ നിന്നും ഓർമ്മിക്കാൻ ഉണ്ടാവും, ഓരോന്നുണ്ടാവും. അല്ല ചെക്ക് ചെക്ക് അത് പടങ്ങളിലൊന്നും ഇതിലെ മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക്. നമ്മൾ ഓരോ സീൻ എടുക്കുമ്പോഴും ഉണ്ടായിട്ടുള്ള നമ്മുടെ ഇൻവോൾവ്മെന്റും സംവിധായകൻ നമ്മളെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നതൊക്കെ ഇപ്പം ഞാനും അഭിനവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഞാനും ജോമനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇന്ദ്രൻസേനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പുതിയ സിനിമ വരുമ്പോഴേക്കും ആ സിനിമയുടെ സിറ്റുവേഷൻസുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് വരിക, ഇവരുമൊക്കെ ആയിട്ടൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. പിന്നെ ഇതിനകത്ത് വേറെ ഒരുപാട് നമ്മുടെ സൂപ്പർ സ്റ്റാറുണ്ട്. എൻ്റെ സിനിമയുടെ സൂപ്പർ സ്റ്റാർ വിപിൻ പെരുമ്പള്ളി, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് അപ്പുണ്ണി ശശിയാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ക്യാമറമാൻ ആന്റണി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത് ജിനുബൻ. പിന്നെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഷാജി ആഷ്ലി. അപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ, ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ എല്ലാവരും ഈ സിനിമയിലെ കഥാപാത്രങ്ങളാണ്. അതെല്ലാവരും ഉണ്ട്. ആർട്ടിലെ ആള്, AD, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ആശാൻ എന്ന് മാത്രം. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ജോണേട്ടൻ മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പടത്തിൽ വന്നു, പിന്നെ അസോസിയേറ്റ് ആയി, പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്തു, സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ഇത്ര എക്സ്പീരിയൻസ് വരും ഈ പടം. അറിയാലോ, പറഞ്ഞതിന്റെ ഏകദേശം പകുതിയോളം കാര്യങ്ങളെ പടത്തിലുള്ളൂ, ബാക്കി ഇനിയുണ്ട്. അതെ, എപ്പിസോഡായിട്ട് ഇറക്കേണ്ടി വരും. കാര്യം അറിയാമോ, ഇത്രയും അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളോട് ഈ കഥ പറയുമ്പോൾ, ഓരോ സിറ്റുവേഷനും പറയുമ്പോൾ ജോൺ പോളിൻ്റെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്. അദ്ദേഹം പറയുന്നത് കാരണം പുള്ളിക്കത് കൃത്യമാണ്. ചേട്ടാ ഇങ്ങനെ പറഞ്ഞാൽ കറക്റ്റായി, അത് പുള്ളി വളരെ കൃത്യമായിട്ട് അതിനെ അളന്ന് മുറിച്ച് വെച്ചിരിക്കുക. നമ്മളത് അത് ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മതി, സംഭവം ഓക്കെ. അപ്പോൾ അത്രമാത്രം എന്താ പ്രീ പ്രൊഡക്ഷൻ വർക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എടുത്ത് ഇങ്ങനൊരു ഒരു കഥയുണ്ടാക്കി, ഒരു തിരക്കഥയുണ്ടാക്കി, ഒരു സിനിമ ഇപ്പോൾ ഫെബ്രുവരി 5-ാം തീയതി അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ ശരിക്കും നിങ്ങൾ റിലീസിനൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷൻ ഇല്ല. എനിക്ക് മാത്രം, നമുക്കാർക്കും വലിയ ടെൻഷനൊന്നുമില്ല. അവരിപ്പോഴും പടത്തിന്റെ പണിയിലാണ്, അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റ് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വേറെ ടെൻഷനും കാര്യങ്ങളും. ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടാവാറുണ്ടോ ടെൻഷൻ ഫസ്റ്റ് ഡേ ഒക്കെ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെ വന്ന് ലാൻഡ് ചെയ്യും എന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇപ്പം ഇവിടുത്തെ ഒരു സമാധാനം തോന്നുന്നത് നമ്മളിപ്പോൾ ഇത് തന്നെ പ്ലാൻ ചെയ്യുന്ന കണ്ടില്ലേ. അപ്പം സാധാരണ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ ചിലപ്പോൾ ഇത്രയും സന്നാഹമൊന്നും കാണും. പേരിന് എന്തെങ്കിലും ഒരെണ്ണം വെച്ചേക്കാം, അതിൻ്റെ ടൈറ്റിലേക്ക് മോളിൽ പോകും. നമ്മൾ ഫ്രെയിം ചെയ്യിക്കുന്നതിൻ്റെ മുകളിലായിരിക്കും അതിൻ്റെ ടൈറ്റിൽ കയറി പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു നേരത്തെ ചെയ്ത പടങ്ങളും അതിനെക്കുറിച്ച് അറിയാവുന്നുള്ളത് കൊണ്ട് നമ്മൾ സേഫ് എന്നേ ഉള്ളൂ. എന്നാൽ പോലും ഉള്ളിൽ ഈ ഹോമിന്റെ അന്നൊക്കെ ടെൻഷൻ ഉണ്ടായോ? ഹോം റിലീസിന്റെ അന്നൊക്കെ ടെൻഷൻ ഉണ്ടായോ? ഹോം അത് തിയേറ്ററിൽ വരാൻ കാത്തിരുന്ന് നിവർത്തി. രണ്ടാമത്തെ കൊറോണയും കൂടെ വന്നപ്പോൾ പിന്നെ OTT പോയി. അത് വലിയ വേദനയോടെയൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ടെൻഷൻ ഉണ്ടാവും. നമുക്ക് കൂടുതൽ പ്രതീക്ഷ തോന്നും തോറും ടെൻഷൻ കൂടും. ചിലത് നമ്മൾ അങ്ങനെ അങ്ങ് വിടുന്നത് അങ്ങ് വിട്ടേക്കും. എങ്കിലും ഇപ്പോൾ 2 പടം ഇന്ദ്രൻ ചേട്ടൻ്റെ വരുന്നുണ്ട്. ഒന്ന് ആട് 3, പിന്നെ ഒന്ന് കറുപ്പനാണ്. ആട് 3-ൽ ശശി ആശാൻ വീണ്ടും 6 അടിക്കാൻ തന്നെ വരുമോ? എങ്ങനെയാ? ആണ്, ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അവർ അതിൻ്റെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. നേരത്തെ ചെയ്ത പോലെ അല്ലാത്ത തലങ്ങളിലേക്കാണ് അത് ചെയ്തേക്കുന്നത്. കറുപ്പ് അത് നമുക്ക് പിന്നെ ആദ്യത്തെ ഒരു അനുഭവമാണ് അത് തമിഴിൽ ചെയ്യുന്നത്. അത്
എങ്ങനെ ആവുമെന്ന് അറിയില്ല, എങ്കിലും പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് വീക്ക് നമുക്ക് ആശാനൊപ്പം പിന്നെ സെലിബ്രേറ്റ് ഞങ്ങൾ ചെയ്യാം. മാത്രമല്ല കേട്ടോ, ഇതിൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്. 150 പുതുമുഖങ്ങളുണ്ട്. ഈ പുറകിലിരിക്കുന്നവരെല്ലാം ഞങ്ങൾ വെച്ച് ബാക്കി എല്ലാവരും പുതുമുഖങ്ങളാണ് അത് ചെയ്തിരിക്കുന്നത്. ഓഡീഷൻ ആ ഓഡിഷൻ ഉണ്ടായിരുന്നു. ഓഡീഷൻ ഉണ്ടാകും. ഓഡിഷൻ അവരെല്ലാവരും നടത്തി ഒരു അടിപൊളിയായിട്ട് ക്യാമ്പ് നടത്തി ഇവരെല്ലാവരെയും ഈ പറയുന്ന ക്രൂവില് പല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അങ്ങനെ ഒരുപാട് മേഖലയിൽ ഇപ്പോൾ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരെല്ലാവരെയും ഈ ക്യാമ്പിൽ അവരാക്കി മാറ്റി. അതായത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ അടുത്ത് സംസാരിച്ചെല്ലാം ഓരോ കഥാപാത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് എന്തിനാ മറ്റേ ഡൂം മൈക്കില്ലേ, ആ മൈക്ക് വെക്കുന്ന ഒരാളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഥാപാത്രമുണ്ട്, എല്ലാം കഥാപാത്രങ്ങളാണ്. അപ്പോൾ അവരൊക്കെ എല്ലാം ആ ഒരു ക്യാമ്പ് നടത്തി അവരെ അതിന് പ്രാപ്തരാക്കിയിട്ടാണ് നമ്മൾ ഷൂട്ടിങ്ങിലേക്ക് കടന്നത്. അത് തന്നെ വലിയൊരു അവർക്ക് ഈ പുതുമുഖങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണത്. അല്ല, ഒരു കാര്യം ചോദിക്കാം, ഈ കോസ്റ്റ്യൂമിന്റെ ഒക്കെ നിങ്ങളുടെ ഭയങ്കര കളർഫുൾ ആണ്. അപ്പോൾ അതിന്റെ ഐഡിയയും ഫസ്റ്റ് തന്നെ പറയുമ്പോ ഉണ്ടായിരുന്നോ? നമുക്ക് ഫുള്ള് കോസ്റ്റ്യൂമറും ജോണേട്ടനും കൂടെ ഇരുന്ന് തന്നെയാണ്. വൈഷ്ണവാണ് കോസ്റ്റ്യൂമർ. പുള്ളിയുടെയും ഫസ്റ്റ് പടമാണ്. പുള്ളി പൂനെ മറ്റേ മോഡലിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. എന്റെ കോസ്റ്റ്യൂം ഒക്കെ തന്നെ 2 ദിവസമൊക്കെ എടുത്ത് മാറി ഇട്ടിട്ട് നോക്കി അഭിപ്രായങ്ങൾ പറഞ്ഞ് മാറ്റിച്ച് ഒക്കെയാണ്. അത് ആ റാപ്പിലുള്ള അതും ജോണേട്ടനും പുള്ളിയും തമ്മിലുള്ള. ഡയറക്ടറിന് കുറെ കോസ്റ്റ്യൂം ഉണ്ടോ? ഡയറക്ടറിന് ഒരു പ്രത്യേക രീതിയിലുള്ള കോസ്റ്റ്യൂമാണ്, അല്ലാതെ അത് നോർമലല്ല. പുള്ളിയുടെ അതും ജോണിന്റെ മനസ്സിൽ നിന്ന് വന്നിരിക്കുന്ന കാര്യം തന്നെയാണ്. ജോൺ പറഞ്ഞു നമുക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ ഇടിയിച്ച് നോക്കിയിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നൊരു പ്രത്യേകിച്ച് ഒരു ഡയറക്ടറല്ലേ, അതും ഹിറ്റ് മേക്കർ ഡയറക്ടറാണ്, വലിയൊരു ഡയറക്ടറാണ്. അതെ. അപ്പോൾ അദ്ദേഹം ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സ് എങ്ങനത്തെ ആയിരിക്കണമെന്നൊരു കാഴ്ചപ്പാട് ജോണിന് നേരത്തെ ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. സ്റ്റൈലിഷ് കോസ്റ്റ്യൂം എല്ലാം ബിബിൻ ചേട്ടനാണ്, സൂപ്പർ സ്റ്റാറിന്. നല്ല രസമാണ്, കണ്ണൊക്കെ അടിപൊളിയാ. പുള്ളിയുടെ കോസ്റ്റ്യൂം ഒക്കെ അടിപൊളി സാധനങ്ങളാണ്. കളർഫുൾ ആവട്ടെ പടം. ഫെബ്രുവരി 5 തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ആശംസകളും. ആശാനെയും ശിഷ്യന്മാരെയും ഇരു കൈനീട്ടി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. താങ്ക് യു ഫോർ ദ ടൈമിംഗ്. താങ്ക് യു സോ മച്ച്.